നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോടശ്ശേരി പഞ്ചായത്തിലെ UDF അംഗങ്ങളെ LDF പഞ്ചായത്ത് അംഗങ്ങൾ തല്ലിച്ചതച്ചു എന്ന് ആരോപിച്ച് UDF ഹർത്താലും പ്രതിപക്ഷാംഗങ്ങളെ ഭരണപക്ഷാംഗങ്ങൾ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് കോടശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ LDF പ്രതിഷേധ ധർണ നടത്തി. ആഭിചാരവും അനാചാരവും തടയുന്നതിനുള്ള ബിൽ പരിഗണനയിലാണെന്ന് കേരള സർക്കാർ ഹൈക്കോടതിയിൽ. കേരള വിഷൻ CBN ന്യൂസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം 2025 ജൂലൈ 26 നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുക, ഭൂമി കൈവശമുള്ളവർക്ക് പട്ടയവും ക്രയ സർട്ടിഫിക്കറ്റും നൽകുക എന്ന സർക്കാർ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പട്ടയവും ക്രയ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പാലക്കാട് ജില്ലയിൽ രണ്ടാമത് നിപ്പ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കോടശ്ശേരി പഞ്ചായത്തിലെ UDF അംഗങ്ങളെ LDF പഞ്ചായത്ത് അംഗങ്ങൾ തല്ലിച്ചതച്ചു എന്നാരോപിച്ച് UDF ഹർത്താൽ നടത്തി. UDFന്റെ നേതൃത്വത്തിൽ കുറ്റിച്ചിറയിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കോൺഗ്രസ് പരിയാരം ബ്ലോക്ക് പ്രസിഡന്റ് MT ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാളിയേക്കൽ അധ്യക്ഷനായി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗം വിൽസൺ മേച്ചേരി, T ആൻഡോ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CV ആന്റണി, ലിജോ ജോൺ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി റിൻസൺ മണവാളൻ, കോൺഗ്രസ് അതിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ജയചന്ദ്രൻ, അഭിജിത്ത് ശ്രീനിവാസൻ, സ്റ്റാർലി തോപ്പിൽ, ആൽഫിൻ ജോസ്, ഡെന്നി വർഗീസ്, ജയചന്ദ്രൻ, ആന്റോ അളിയത്ത് എന്നിവർ സംസാരിച്ചു. ചർച്ചകളൊക്കെ നടന്ന് അത് ഏകപക്ഷീയമായ ചർച്ച ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ജനാധിപത്യ രീതിയിൽ പഞ്ചായത്തിൽ അനുവദിക്കപ്പെട്ടതാണ്. അത് ഇന്നലെ ചർച്ചയൊക്കെ നടന്നതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും UDFന്റെയും അതുപോലെ തന്നെ LDFന്റെയും മെമ്പർമാരൊക്കെ അടക്കം ചർച്ചയൊക്കെ ചെയ്തതിനു ശേഷം ഇവിടെ ആദ്യം ഇറങ്ങി വരുന്ന റിജു മാവേലി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ഡെന്നി വർഗീസ് അടക്കം ഇവിടെ ഉണ്ട്. മുൻ പ്രസിഡന്റ് ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന്റെ വില്യംസ് എന്ന് പറയുന്ന മറ്റൊരു മെമ്പർ പിടിച്ചു മറിച്ചിട്ട് കൂമ്പിനിടിച്ചു. അതുപോലെ തന്നെ സ്ത്രീകളടക്കമുള്ള മറ്റു മെമ്പർമാരെ ഒക്കെ ഉപദ്രവിച്ചു. ഇപ്പൊ ജയതിലകം വന്ന് പുറത്തിടിച്ചു, ചവിട്ടിക്കൂട്ടി എന്നറിഞ്ഞ. ഇപ്പൊ ഇവിടെ ഞാൻ ഇന്നലെ ഇവിടെ കോടശ്ശേരിയിൽ വരുമ്പോഴേ എന്നോട് കോടശ്ശേരി സുഹൃത്തുക്കൾ പറഞ്ഞ ഈ വിഷയം തന്നെയാണ്. ഹോസ്പിറ്റലിൽ ഞാൻ പോയി കണ്ടു. അതുപോലെ റിജു മാവേലിയുടെ വയറൊക്കെ വീർത്ത് നന്നായിട്ട് പരിക്ക് പറ്റി വയറൊക്കെ വീർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിലൂടെയാണ്
ഈ കടന്നു പോകുന്നത്. നോക്കുക, പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിന് ശേഷം പ്രതിഷേധം നടത്തിയ കോടശ്ശേരി പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങളെ ഭരണപക്ഷ അംഗങ്ങൾ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് കോടശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ LDF പ്രതിഷേധ ധർണ നടത്തി. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ CK സഹജൻ അധ്യക്ഷനായി. EA ജയതിലകൻ, CK ശശി, TR ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിലായിരുന്നു ഇരുവിഭാഗക്കാരും തമ്മിൽ കയ്യാങ്കളി നടന്നത്. കഴിഞ്ഞ ജൂൺ 26 നടന്ന ഹരിതകർമ്മസേന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയ സമിതിയെ പിരിച്ചുവിടുന്ന പ്രമേയം അവതരിപ്പിച്ചതാണ് LDF അംഗങ്ങളെ ചൊടിപ്പിച്ചത്. ഭരണസമിതിക്ക് പിരിച്ചുവിടുന്നതിന് അധികാരമില്ലെന്നാരോപിച്ച് യോഗം ബഹിഷ്കരിച്ച LDF അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധം നടത്തി. ഇതിനിടെ പുറത്തുവന്ന ഭരണസമിതി അംഗങ്ങളും LDFകാരും തമ്മിൽ ഉന്തും തള്ളും മുദ്രാവാക്യം വിളിയും നടന്നു. ഇരുവശത്തെയും അംഗങ്ങൾക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിരുന്നു. ധാർമ്മികമായി ശരിയല്ലാത്തൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമപഞ്ചായത്ത് യോഗം ചേരുന്നു. ഏറ്റവും അവസാന അജണ്ടയായി ഈ ഹരിതകർമ്മ പ്രസിഡന്റാക്കി ഈ തൃശ്ശൂരിനെ അവരോധിക്കുകയുണ്ടായി. ആഭിചാരവും അനാചാരവും തടയുന്നതിനുള്ള ബിൽ പരിഗണനയിലാണെന്ന് കേരള സർക്കാർ ഹൈക്കോടതിയെ. പുതിയ നിയമത്തിന്റെ സാധ്യത പരിശോധിച്ചു വരികയാണ്. സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് കാലതാമസം നേരിടുന്നതെന്നും സർക്കാർ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചു. എന്താണ് ഇതിനുള്ള തടസ്സങ്ങളെന്ന് വിശദീകരിച്ച് അധിക സത്യവാങ്മൂലം നൽകാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. ഇതേ തുടർന്ന് വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കേരള യുക്തിവാദി സംഘം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് സംസ്ഥാന സർക്കാരിനു വേണ്ടി ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ നിയമവുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്ന് സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്തിരുന്നുവെന്ന് സൂചിപ്പിച്ചിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിലാണ് അന്ധവിശ്വാസത്തിനെതിരായ നിയമനിർമ്മാർജ്ജനം സജീവ പരിഗണനയിലാണെന്ന് വ്യക്തമാക്കിയത്. സജീവ പരിഗണന എത്ര കാലത്തേക്കാണെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ല. കൃത്യമായ സമയപരിധി അറിയിക്കാനും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. നിയമപരവും ഭരണഘടനാപരവുമായി ചില പ്രശ്നങ്ങൾ ഉള്ളതായും സർക്കാർ അറിയിച്ചു. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേസ് ഓഗസ്റ്റ് 5 പരിഗണിക്കാനായി കോടതി മാറ്റി. അതിനകം വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇന്ത്യയിൽ അന്ധവിശ്വാസ ചൂഷണത്തിനെതിരെയുള്ള കേന്ദ്ര നിയമം ഇല്ലാതിരിക്കെ ഈ വിഷയത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിയമങ്ങൾ പാസാക്കപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും കർണാടകയിലും മാത്രമാണ് അന്ധവിശ്വാസത്തിനെതിരെ കുറച്ചെങ്കിലും നിയമമുള്ളത്. ജാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ, രാജസ്ഥാൻ, അസം, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ആഭിചാരത്തിനും ദുർമന്ത്രവാദത്തിനുമെതിരെ നിയമങ്ങൾ നിലവിലുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുക, ഭൂമി കൈവശമുള്ളവർക്ക് പട്ടയവും ക്രയ സർട്ടിഫിക്കറ്റും നൽകുക എന്ന സർക്കാർ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പട്ടയവും ക്രയ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. അങ്കമാലി CSA ഓഡിറ്റോറിയത്തിൽ നടന്ന പട്ടയ വിതരണം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കണയന്നൂർ, കൊച്ചി, ആലുവ, പറവൂർ താലൂക്കിലെ ഭൂ ഉടമകൾക്കാണ് പട്ടയ വിതരണം ചെയ്തത്. 4 താലൂക്കുകളിൽ നിന്നായി 162 പട്ടയങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. അൻവർ സാദത്ത് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP, ജില്ലാ കളക്ടർ NSK ഉമേഷ്, സബ് കളക്ടർ K. മീര, ഡെപ്യൂട്ടി കളക്ടർ സുനിത ജേക്കബ്, ADM വിനോദ് രാജ്, അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചിത്രേസ്യ തങ്കച്ചൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കൊരു പട്ടയം കിട്ടാന്ന് വെച്ചാൽ അത് വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് തുല്യമാണ്. അതാണ് അതിൻ്റെ അപ്പൊ എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞാൻ ഞങ്ങളിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അവര് കാണിക്കുന്ന ഒരു എഫർട്ട് ഇതിനകത്ത് പ്രധാനമുണ്ട്. ഗവൺമെന്റ് ആ സമയത്ത് ബഹുമാന്യ റവന്യൂ മന്ത്രിയുടെ ഇനിഷ്യേറ്റീവും പ്രത്യേകിച്ച് ശ്രീ രാജൻ ഇനിഷ്യേറ്റീവ് പറയാനാണ്. അപ്പൊ എന്തായാലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നു. ഇനിയും ഒത്തിരി അപേക്ഷകൾ ഇതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് എത്രയും വേഗം കൊടുത്ത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പട്ടയം കിട്ടാത്ത ഒരു ഭൂമി ഉണ്ടായിട്ടും നിയമനം കിട്ടാൻ സാധ്യതയുള്ള പട്ടയം കിട്ടാത്ത ആൾക്കാർക്ക്
എല്ലാവർക്കും എത്രയും വേഗം ഈ പട്ടയം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം ചെയ്യുന്നു. കേരള ഡിജിറ്റൽ സർവേ നടക്കുന്ന സമയമാണ്. 312 വില്ലേജുകൾ 5 ഘട്ടത്തിലായി. ആ 112 വില്ലേജുകളിൽ ഉൾപ്പെടെ സർവേ പൂർത്തീകരിക്കപ്പെടുന്ന ഏറ്റവും സമഗ്രതയോടെ നിയമങ്ങളുടെ ചട്ടങ്ങളുടെ മാറ്റങ്ങളുണ്ടെങ്കിൽ അതുപോലെ നടത്തി ആ അനുഭവമായി മുന്നോട്ട് പോകാൻ ഞങ്ങളെപ്പോഴും ഒരു സാധാരണക്കാരായ മനുഷ്യനെ, പ്രത്യേകിച്ച് ആർക്കായ മനുഷ്യനെ നിലവിലുള്ള ചട്ടങ്ങളിലോ നിയമങ്ങളിലോ വരുന്ന വൈകല്യമാണെങ്കിൽ അത് നടത്താൻ സർക്കാരിന് മടിയുണ്ടാകും. കാരണം നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നതാണ്. എന്നാൽ അർത്ഥത്തോടും തന്നെയാണ് ഭൂമി എന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമായിട്ടുള്ള കൈവശക്കാരെയും അഥവാ കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. കുടിയേറ്റക്കാരായ മനുഷ്യർ മറ്റ് വിവർത്തനത്തിലാണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിൽ പങ്കുകൊടുക്കാനും വീട്ടിൽ താമസിക്കാനും വേണ്ടി കുടിയേറാനില്ല. എന്നാൽ ബോധപൂർവമായ അതെത്ര വലിയ തന്ത്രമാണെങ്കിലും ഒരു മടിയില്ലാതെ മുന്നോട്ട് പോകുന്നില്ല. അത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഒഴിവാക്കി അവരെ പിടിച്ചെടുക്കുന്ന സാധാരണക്കാർക്ക് വിതരണം ചെയ്യണം എന്ന് തന്നെയാണ് സർക്കാർ ലക്ഷ്യം. ഈ പട്ടയം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ഏതായാലും ഉദ്യോഗസ്ഥരുടെ ആശംസകൾ നിങ്ങളുടെ പങ്കുവെക്കുന്നു. നിങ്ങൾക്കും എല്ലാവരും ആശംസകൾ. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധ്യമേഖലാ സമ്മേളനം വ്യാഴാഴ്ച അങ്കമാലി CSI ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ചെയർമാൻ ഡോക്ടർ MC ദിലീപ് കുമാർ അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP, ഡീൻ കുര്യാക്കോസ് MP, റോജി M ജോൺ MLA, KPCC സംഘടനാ കാര്യ സെക്രട്ടറി അഡ്വക്കേറ്റ് M ലിജു, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ 6 ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് പങ്കെടുക്കുന്നത്. 500 പേർ പങ്കെടുക്കുന്ന സമ്മേളനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ MC ദിലീപ് കുമാർ, സ്വാഗത സംഘം ചെയർമാൻ PV ജോസ്, ജനറൽ കൺവീനർ VS ദിലീപ് കുമാർ, കൺവീനർ സന്തോഷ് അങ്കമാലി എന്നിവർ പങ്കെടുത്തു. ഇന്ന് സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിയൻ ആദർശങ്ങളാണ്. കാരണം ഒരു ഗാന്ധിയൻ സംഘടനയുടെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാൽ സ്കൂളുകളായാലും 5 ദിവസത്തിനിടെ 1240 രൂപ വർദ്ധിച്ചു കുതിച്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. പവന് 80 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 73,160 രൂപയായി. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് കുറഞ്ഞത്. 9,145 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഏറിയും കുറഞ്ഞു നിൽക്കുകയായിരുന്ന സ്വർണ്ണവില വെള്ളിയാഴ്ച മുതലാണ് വീണ്ടും കുതിച്ചുയരാൻ തുടങ്ങിയത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 1240 രൂപ വർദ്ധിച്ച ശേഷമാണ് ഇടിവ്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 72,160 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. ജൂൺ 13-ന് ഏപ്രിൽ 22-ലെ റെക്കോർഡ് സ്വർണ്ണവില ഭേദിച്ചിരുന്നു. ഏപ്രിൽ 22-ന് രേഖപ്പെടുത്തിയ 74,320 രൂപ എന്ന റെക്കോർഡാണ് തിരുത്തിയത്. തൊട്ടടുത്ത ദിവസവും വില വർദ്ധിച്ച് സ്വർണ്ണവില പുതിയ ഉയരം കുറിക്കുന്നതാണ് കണ്ടത്. എന്നാൽ പിന്നീട് വില താഴുകയായിരുന്നു. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു. വിവിധ തലത്തിൽ യമൻ കേന്ദ്രീകരിച്ച് നടത്തിയ ചർച്ചകളെ തുടർന്നാണ് നടപടി. ബുധനാഴ്ച വധശിക്ഷ നടക്കാനിരിക്കെയാണ് സുപ്രധാനമായി തീരുമാനമുണ്ടായത്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നടത്തിയ ചർച്ചകളിലാണ് നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ നടപടികളുണ്ടായത്. തലാലിന്റെ കുടുംബവുമായി പ്രതിനിധി സംഘം നടത്തിയ ചർച്ചകൾക്കൊടുവിൽ കോടതിയാണ് ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചത്. വധശിക്ഷ ഒഴിവാക്കാൻ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ നടന്ന ചർച്ചകളിലാണ് പ്രതീക്ഷയുണർത്തുന്ന തീരുമാനം. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ മഹ്മൂദിന്റെ കുടുംബവുമായുള്ള മധ്യസ്ഥ ചർച്ചകളാണ് നടക്കുന്നത്. ദയാവധം സ്വീകരിച്ച നിമിഷപ്രിയയോട് പൊറുക്കാൻ കുടുംബം തയ്യാറായാൽ ഇസ്ലാമിക നിയമമനുസരിച്ച് വധശിക്ഷ ഒഴിവാക്കാനാകും. യമനിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്താണ് നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. ഹൂത്തി സർക്കാരുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം ഇല്ലാത്തതിനാൽ സർക്കാർ തലത്തിൽ ഇടപെടലിന് പരിമിതികളുണ്ടെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. മധ്യസ്ഥർ മുഖേന ഇടപെടാനാണ് ശ്രമിക്കുന്നതെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു. യമൻ പൗരനായ അബ്ദു മഹ്ദിയെ
2017 ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നാണ് കേസ്. പാലക്കാട് കൊല്ലങ്കോട് തേക്കൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ. പിടിയിലായ നിമിഷയെ വിചാരണയ്ക്ക് ശേഷം 2018 യമൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ്പ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പനിയോടൊപ്പം ശക്തമായ തലവേദന, തൊണ്ടവേദന, പേശിവേദന, ചുമ, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ക്ഷീണം, ഛർദി, തളർച്ച, കാഴ്ചമങ്ങൽ, മാനസിക വിഭ്രാന്തി, ബോധക്ഷയം എന്നിവയാണ് നിപ്പയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗം പകരാതിരിക്കാൻ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മാസ്ക് ഉപയോഗിക്കണം. രോഗികളെ പരിചരിക്കുന്നവർ N95 മാസ്കും കയ്യുറകളും നിർബന്ധമായും ഉപയോഗിക്കണം. കൈകൾ ഇടയ്ക്കിടെ സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് വൃത്തിയാക്കുക. കൈകൾ പല സ്ഥലങ്ങളിലും സ്പർശിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. രോഗി സന്ദർശനം, പകർച്ചവ്യാധി സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ എന്നിവ ഒഴിവാക്കുക. രോഗലക്ഷണങ്ങളുള്ള രോഗികൾ ഉപയോഗിച്ച വസ്ത്രങ്ങളും ബെഡ്ഷീറ്റും പുഴുങ്ങി അലക്കി ഉണക്കുക. മുറിവുകൾ, വ്യക്തിഗത സാധനങ്ങൾ എന്നിവ അണുനാശിനി ഉപയോഗിച്ച് ശുചീകരിക്കുക. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. നിപ വൈറസിനെതിരെയുള്ള പകർച്ചവ്യാധി നിരീക്ഷണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. രോഗബാധയുടെ ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും ആരോഗ്യ കേന്ദ്രങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ജന്തുജന്യ രോഗ പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുമെന്നും DMO അറിയിച്ചു. കേരള വിഷൻ CBN ന്യൂസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം 2025 ജൂലൈ 26 നടക്കും. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ 10+2 ക്ലാസുകളിൽ ഫുൾ A+, A1 നേടിയവർക്കാണ് വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നത്. A+ നേടിയവർ ജൂലൈ 23 മുൻപായി കേബിൾ ഓപ്പറേറ്റർമാരുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനി മുതൽ ഒരിടത്തും ചെയർമാനില്ല, ചെയർപേഴ്സൺ മാത്രമാകും ഉണ്ടാവുക. ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിനും ലിംഗവിവേചനം ഒഴിവാക്കുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന തുടർച്ചയായ നടപടികളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പാണ് ചെയർമാൻ എന്ന പദം ഒഴിവാക്കി ചെയർപേഴ്സൺ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം സർക്കുലർ പുറത്തിറക്കിയത്. ഇക്കാര്യത്തിന് നിയോഗിച്ച ഭാഷാ വിദഗ്ധരുടെ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി ലിംഗനിഷ്പക്ഷ പദങ്ങൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം വളരെ മുമ്പ് തന്നെ ഉയർന്നു വന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായ വനിതകളായിരുന്നു പ്രധാനമായും ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. ഭരണതലത്തിൽ ലിംഗനിഷ്പക്ഷ പദങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ അപേക്ഷാ ഫോമുകളിൽ അപേക്ഷകൻ എന്നത് മാത്രം ഉണ്ടായിരുന്നത് മാറ്റി അപേക്ഷക എന്നുകൂടി ചേർക്കണമെന്ന നിർദ്ദേശം വളരെ മുമ്പ് തന്നെ സർക്കാർ പുറത്തിറക്കിയിരുന്നു. അതുപോലെ സർക്കാരിന് സമർപ്പിക്കുന്ന അപേക്ഷാ ഫോമുകളിൽ അവൻ, അവന്റെ എന്നതിന് ഒപ്പം അവൾ, അവളുടെ എന്നുകൂടി ചേർക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. ഈ തീരുമാനത്തിന് അന്ന് വ്യാപകമായി സ്വീകാര്യത കിട്ടുകയുണ്ടായി. ഇതിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. ലിംഗനിഷ്പക്ഷ പദങ്ങൾ ഭരണതലത്തിൽ വ്യാപകമായി ഉപയോഗിക്കേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ജെൻഡർ കൺസൾട്ടന്റായ TK ആനന്ദി ചൂണ്ടിക്കാട്ടി. ചെയർമാൻ എന്നതിന് പകരം ചെയർപേഴ്സൺ എന്ന് ഉപയോഗിക്കണമെന്ന് ആദ്യമായി ചൂണ്ടിക്കാണിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികൾ തന്നെയാണ്. വനിതകൾ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പലയിടത്തും അവരെ ചെയർമാൻ എന്ന് തന്നെയാണ് എഴുതുന്നതും വിശേഷിപ്പിക്കുന്നതും. ഈ പശ്ചാത്തലത്തിലാണ് ചെയർപേഴ്സൺ എന്ന വാക്ക് ഉപയോഗിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടത്. ഈ തീരുമാനത്തിന് തുടർച്ചയായി പോഷ് ആക്ട് ഉൾപ്പെടെയുള്ള നിലവിലെ നിയമങ്ങളിലും പുതുതായി വരുന്ന നിയമനിർമ്മാണങ്ങളിലും ലിംഗനിഷ്പക്ഷ പദങ്ങൾ ഉപയോഗിക്കണമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. കഴിയുന്നിടത്തെല്ലാം അവൻ, അവന്റെ എന്നതിനൊപ്പം അവൾ, അവളുടെ എന്നുകൂടി ചേർക്കണമെന്ന് തീരുമാനമെടുക്കാവുന്നതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവൻ, അവന്റെ എന്നതിന് മുമ്പേ കൊടുക്കേണ്ടത് അവൾ, അവളുടെ എന്നീ പദങ്ങളാണ്. ഉദാഹരണമായി ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട നിയമം. ഗാർഹിക തൊഴിലാളികളിൽ സിംഹഭാഗവും സ്ത്രീകളാണ്. സ്വാഭാവികമായും അവൻ, അവൾ എന്നതിന് പകരം അവൾ, അവൻ എന്നത് കൊടുക്കുന്നതായിരിക്കും ഉത്തമം. ഇക്കാര്യത്തിൽ സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്, ആനന്ദി പറഞ്ഞു. കേന്ദ്ര സർക്കാർ വളം സബ്സിഡി വെട്ടിക്കുറച്ച് വളത്തിന് വൻതോതിൽ വില വർദ്ധിപ്പിച്ചതിനെതിരെ കർഷക സംഘം ചാലക്കുടി പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക സംഘം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി കർഷക സംഘം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA ജോജി അധ്യക്ഷനായിരുന്നു. TP ജോണി, CD പോൾസൺ, AM ഗോപി എന്നിവർ പ്രസംഗിച്ചു. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ എലിഞ്ഞിപ്പുറ സെന്റ് ആന്റണീസ് UP സ്കൂളിൽ കരാട്ടെ കുംഫു കളർ ബെൽറ്റ് പെർഫോമൻസ് ടെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ നിത്യ ഉദ്ഘാടനം ചെയ്തു. ഡിനോ ഡേവിസ് അധ്യക്ഷനായി.
കോർഡിനേറ്റർ ശ്രീകാന്ത്, വിഷ്ണുജിത്ത്, സുജ കണ്ണൻ എന്നിവർ സംസാരിച്ചു. പഠനോപകരണ വിതരണം, ഉയർന്ന മാർക്ക് നേടിയവർക്ക് ആദരവ് എന്നിവ നടന്നു. പെർഫോമൻസ് ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ചാലക്കുടി നഗരസഭ കൗൺസിൽ പദ്ധതി ഭേദഗതികൾക്ക് അംഗീകാരം നൽകി. പോട്ടയിൽ ശങ്കരൻ എമ്പ്രാന്തിരി സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം, ട്രാംവേ ഇൻഡോർ സ്റ്റേഡിയം, ബൈപ്പാസ് റോഡ് KSRTCയുമായി ചേർന്ന് ഗ്രാമവണ്ടി സർവീസ്, അംഗനവാടി കെട്ടിട നിർമ്മാണം, വാർഡ് 1-8, മൃഗാശുപത്രിയിൽ ഓപ്പറേഷൻ റൂം സജ്ജമാക്കൽ, കാളഞ്ചിറ അഴുക്കുചാൽ നിർമ്മാണം, കലാഭവൻ പാർക്കിൽ വനിതകൾക്ക് ഓപ്പൺ ജിം, കളി ഉപകരണങ്ങൾ സ്ഥാപിക്കൽ, 6-ാം വാർഡിൽ വനിതാ ക്ഷേമ മന്ദിരം പൂർത്തീകരണം, പൊതുസ്ഥലങ്ങളിൽ CCTV സ്ഥാപിക്കൽ, ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തെ അഴുക്കുചാൽ നവീകരണം, വിവിധ സ്ഥലങ്ങളിൽ മാലിന്യ ശേഖരണ ബിന്നുകൾ സ്ഥാപിക്കൽ, ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ടിൽ പൊതു ടോയ്ലറ്റ് നിർമ്മാണം, മഴക്കാല ഉത്സവകാല ശുചീകരണ പദ്ധതി, ക്രിമിറ്റോറി നവീകരണം, വികസന രേഖ തയ്യാറാക്കൽ, മുനിസിപ്പൽ ക്വാർട്ടേഴ്സ് റോഡ് നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കാണ് കൂടുതൽ തുക വകയിരുത്തി ഭേദഗതി അംഗീകാരം നൽകിയത്. വാർഷിക പദ്ധതിയിലെ വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകൾ ജൂലൈ 30 വരെ ഓൺലൈനായി സ്വീകരിക്കാനും ഓഗസ്റ്റ് 1 മുതൽ 17 വരെ വാർഡ് സഭകൾ ചേരാനും തീരുമാനിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് വിവിധ വാർഡുകളിലായി ജൂലൈ 31-നകം അക്ഷയ കേന്ദ്രങ്ങളുമായി ആലോചിച്ച് നടത്താനും തീരുമാനിച്ചു. ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. അതൊക്കെ നല്ലൊരു പ്രവണതല്ല, നല്ലൊരു പ്രവണതല്ല. കൊടുക്കണ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചോണ്ട് നല്ലൊരു കാര്യം സെക്രട്ടറി എവിടെയാ ഈ പരിപാടിക്ക് തുറന്നു? ഈ കൗൺസിലുള്ള സെക്രട്ടറി വേണ്ട. സെക്രട്ടറി നോക്കി വേണ്ടി വെക്ക്. എന്തൊരു കാര്യം വെള്ളിയാഴ്ചത്തെ മീറ്റിംഗ് ഇപ്പൊ ബില്ലിന് പതായ ഓരോരുത്തർക്കും ഓരോ ലിങ്ക് വേണോ എന്നുള്ളതും കൂടി ഒന്ന് ഉറപ്പാക്കണം. ഇപ്പൊ കോഴിയുടെ വെളിച്ചലാണ് ആനുകൂല്യങ്ങൾക്ക് വേണമെങ്കിലും മറ്റെനിക്ക് നമുക്ക് അപേക്ഷ ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിൽ തന്നെ ഒരു വീട്ടിലത്തെ രണ്ട് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ വേറെ വേറെ അപേക്ഷ വേണം. അതായത് ഇപ്പൊ ജോലിയുടെ വീട്ടിൽ ജോലിക്ക് അപേക്ഷകൻ ജോലിക്കായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എത്ര എണ്ണത്തിന് വേണമെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. മകന് ഒരു ആനുകൂല്യം വേണമെന്നുണ്ടെങ്കിൽ മകൻ സെപ്പറേറ്റ് വേറെ ആയിട്ട് അപേക്ഷിക്കാം. സമൂഹത്തിനോട് ബാധ്യതയുണ്ടെങ്കിൽ ഇപ്പൊ വേറെ ഫണ്ട് ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ പണല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കാണ്ട് പോയിട്ട് ആരും ഒന്നും കോട്ടയിൽ വലിയ കമ്മ്യൂണിറ്റി ചെയ്യാൻ വേണ്ടി വലിയ പ്രതീക്ഷയിൽ വെച്ചതാണല്ലോ 50 ലക്ഷം രൂപ. ഇപ്പൊ എവിടെ പണം? ഇന്നലെ രാത്രി 10 മണിക്ക് തേങ്ങ വിളിച്ചു. പഴയ ചെയർമാനാണ്, ചെറിയ ആളല്ലേ വിളിച്ചത്. ഞങ്ങളുടെ നേതാവാണ്, ചെറിയ ആളാണ്. വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അവസാനം ഫോൺ ഓഫ് ചെയ്തു. എനിക്ക് മറുപടി എന്തിനാ മറുപടി? കഴിഞ്ഞ മാർച്ച് 31 1-ാം തീയതി തന്ന ഫണ്ടൊക്കെ പോയി.
സർക്കാർ കൊണ്ടുപോയി. പിന്നെ സംസാരിച്ചിട്ട് നമ്മൾ യാഥാർത്ഥ്യമാണ് നമ്മൾ പിടിക്കാവുന്ന കോസ്മോസ് പമ്പ് മുതൽ ഇവിടെ അണ്ടർപാസിറ്റി വരെ വരുന്ന ഭാഗത്ത് ആ ഭാഗത്ത് അപ്പുറത്തെ സൈഡ് 1 വാർഡ് അരിങ്ങാല ഭാഗം വരുന്ന ഭാഗത്ത് മാലിന്യം ഭയങ്കരമായി കൊണ്ടു നിക്ഷേപിക്കുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നമുക്ക് പരിഹരിക്കാവുന്ന അല്ലാത്തപക്ഷം മാറ്റി വയ്ക്കണം, അത് സ്ഥലം മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ ഞാനും നാളെ പറയുന്നത് എനിക്കും നാളെ വിളിക്കുന്നത് എന്റെ വാർഡിൽ ചായ്പുകുഴി ATM കൗണ്ടർ അനുവദിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയായ ചായപ്പങ്കുഴിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഉപകാരമാകും വിധം ജംഗ്ഷനിൽ SBIയുടെ ആധുനിക രീതിയിലുള്ള ATM കൗണ്ടർ ആരംഭിക്കുവാൻ നിർദ്ദേശം നൽകി. SBI റീജിയണൽ മാനേജർ R. രഞ്ജിനി, കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് പ്രസിഡന്റും പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ KN ജോസിനെ അറിയിച്ചതാണ് ഇക്കാര്യം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ ബാങ്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നിവേദനം സനീഷ് കുമാർ ജോസഫ് MLA കത്ത് സഹിതം ഭാരവാഹികളായ വർഗീസ് പൊറായി, ബെന്നി നബേലി, ഓമന ജോസ് എന്നിവർ റീജിയണൽ മാനേജർക്ക് നൽകിയതിനെ തുടർന്നാണ് നടപടി. കോക്കുന്ന് പുതുശ്ശേരി പൗലോസിന്റെ ഭാര്യ റീത്ത നിര്യാതയായി 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോടശ്ശേരി പഞ്ചായത്തിലെ UDF അംഗങ്ങളെ LDF പഞ്ചായത്ത് അംഗങ്ങൾ തല്ലിച്ചതച്ചു എന്ന് ആരോപിച്ച് UDFും ഹർത്താലും പ്രതിപക്ഷാംഗങ്ങളെ ഭരണപക്ഷാംഗങ്ങൾ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് കോടശ്ശേരി പഞ്ചായത്തിന് മുന്നിൽ LDFും പ്രതിഷേധ ധർണ്ണ നടത്തി. ആഭിചാരവും അനാചാരവും തടയുന്നതിനുള്ള ബിൽ പരിഗണനയിലാണെന്ന് കേരള സർക്കാർ ഹൈക്കോടതിയിൽ. കേരള വിഷൻ CBN ന്യൂസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം 2025 ജൂലൈ 26 നടക്കും. സംസ്ഥാനത്തെ മുഴുവൻ ഭൂരഹിതർക്കും ഭൂമി ലഭ്യമാക്കുക, ഭൂമി കൈവശമുള്ളവർക്ക് പട്ടയവും ക്രയ സർട്ടിഫിക്കറ്റും നൽകുക എന്ന സർക്കാർ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പട്ടയവും ക്രയ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. പാലക്കാട് ജില്ലയിൽ രണ്ടാമത് നിപ്പ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.